നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ സ്വയം സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വയം സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ സെൽഫ് ലവ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനോടൊപ്പം നാം നമ്മളെയും സ്നേഹിക്കണം. നാം നമ്മളെ സ്നേഹിച്ചാലേ മറ്റുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കാൻ തോന്നുകയുള്ളൂ. സ്വയം സ്നേഹിക്കുന്നതിൻ്റെ ആവശ്യം എന്തെന്ന് പറയാം. നിങ്ങൾ നിങ്ങളെ സ്വയം അംഗീകരിച്ചാൽ നിങ്ങളുടെ കഴിവുകളിലും തീരുമാനങ്ങളിലും ആത്മവിശ്വാസം ഉണ്ടാകും. ഇത് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനും സഹായിക്കും. സ്വയം വിലമതിക്കുന്നവരാണ് വെല്ലുവിളികൾ നേരിടാനും വിജയിക്കാനും ഉതകുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ കഴിയും. അങ്ങനെ പരസ്പര ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു. സ്വയം നിരാശയോടും അവഗണനയോടും നോക്കുന്നവർക്ക് ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാൻ പ്രയാസമായി വരും. പരിസ്ഥിതി സമ്മർദ്ദങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നു. എല്ലാവർക്കും സമ്മതിക്കേണ്ടതെന്നോ എല്ലാ പ്രശ്നങ്ങളും എളുപ്പത്തിൽ തീർക്കേണ്ടതെന്നോ ഉള്ള സോഷ്യൽ പ്രഷർ നേരിടാൻ ശക്തി നൽകുന്നു. ജീവിതത്തിലെ തീരുമാനങ്ങളിൽ നിഷ്പക്ഷത നൽകുന്നു. സ്വയം സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തിപരമായ മൂല്യങ്ങളും തിരിച്ചറിയാനും അവ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളെ സഹായിക്കുന്നു. മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നു. ആത്മവിശ്വാസം, സന്തോഷം, ആത്മസമാധാനം എന്നിവ നിലനിർത്താനും സ്വയം സ്നേഹം നിർണായകമാണ്. ഇത് ആശങ്ക, നിരാശ, സമ്മർദ്ദം എന്നിവ കുറയ്ക്കുന്നു. അതുകൊണ്ട് സ്വയം സ്നേഹിക്കാതെ മറ്റുള്ളവരെ ശരിയായി സ്നേഹിക്കാൻ ജീവിതത്തിൽ ആരോഗ്യകരമായ ബന്ധങ്ങൾ നിർമ്മിക്കാനും ആത്മവിശ്വാസത്തോടെ മുന്നേറുവാനും ആർക്കും കഴിയുകയില്ല. സ്വയം സ്നേഹത്തിൻ്റെ ആവശ്യകത വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ഉയർന്നതാണ്. സ്വയം സ്നേഹവും കുടുംബ ബന്ധങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ആത്മസ്നേഹം ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് ആധാരമാണ്. നിങ്ങൾ സ്വയം സ്നേഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരോട് ബഹുമാനത്തോടെ സ്നേഹത്തോടെയും പെരുമാറാൻ കഴിയൂ. കുടുംബാംഗങ്ങളെ നിയന്ത്രിക്കുകയോ അധികം പ്രതീക്ഷകൾ വയ്ക്കുകയോ ചെയ്യാതെ ശരിയായ ബന്ധം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും. സ്വയം സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വ്യക്തിപരമായ പരിധികൾ മനസ്സിലാക്കാം. ഇതിലൂടെ കുടുംബത്തിൽ ക്രമക്കേട് കുറയും. പ്രശ്നങ്ങൾ നിയന്ത്രണത്തിൽ വെച്ച് പരിഹരിക്കാനും സാധിക്കും. സ്വയം സ്നേഹമുള്ളവർക്ക് ആശ്രിതത്വം കുറവായിരിക്കും. മറ്റുള്ളവരുടെ അംഗീകാരം മാത്രം തേടാതെ ആത്മസംതൃപ്തിയോടെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയും. സ്വയം സ്നേഹമുള്ളവർക്ക് സഹാനുഭൂതി, ക്ഷമ, ആദരവ് എന്നിവ പ്രകടിപ്പിക്കാൻ കഴിയുന്നു. ഇത് കുടുംബ ബന്ധങ്ങളിൽ മനോഹരമായ സൗഹൃദവും സ്നേഹവുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് സ്വയം സ്നേഹം വ്യക്തികളുടെ കുടുംബ ബന്ധങ്ങളുടെ ഗുണനിലവാരത്തെ നേരിട്ട് സ്വാധീനിക്കുന്നു. അതുകൂടാതെ ബന്ധങ്ങൾ ദീർഘകാലം സ്ഥിരവും സന്തോഷകരവും ആയിരിക്കാൻ സഹായിക്കുന്നു. സ്വയം സ്നേഹമുള്ള വ്യക്തിക്ക് മാത്രമാണ് കുടുംബത്തിൽ ബഹുമാനവും സ്നേഹവും നിലനിർത്താൻ കഴിയുന്നത്. അതിനാൽ അത് ബന്ധങ്ങളുടെ ആരോഗ്യത്തിന് അടിസ്ഥാനമാണ്. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.